സുധീഷ് കുമാറിന്റെ പ്രതികരണം. എന്നോടൊപ്പം കൗൺസിലിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സുഗതന്റെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് പിന്തുണ കൊടുത്തിരിക്കുന്ന BJP ക്കാണ് സുധീഷ്. ഞാൻ സുഗതന് വേണ്ടിയാണ് ഇവിടെ വാദിക്കുന്നത്. സുഗതനെ കാപ്പ കേസിലെ പ്രതി വ്യക്തിപരമായ അടുപ്പമാണോ ഇതിനുള്ള? അതെ അതെ അതെ. സുഗതൻ BJP-ക്കുള്ള പിന്തുണ സുഗതന് ഇന്നത്തേക്ക് മാത്രമുള്ള പിന്തുണ സുധീഷേ, ഇന്നത്തേക്ക് മാത്രമുള്ള സുഗതന്റെ ഇതിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഇന്നത്തേക്ക് മാത്രമുള്ള പിന്തുണയാണോ അല്ലെ BJP-യെ പിന്തുണക്കുന്നു? സുഗതന്റെ കാര്യമാണല്ലോ എനിക്കിപ്പോൾ ഇവിടെ പിന്തുണയ്ക്കേണ്ടി വന്നിട്ടിരിക്കുന്നത്. അതെ, അത് തന്നെയാണ്. ഈ തുടർന്ന ദിവസങ്ങളിൽ എന്താ വരട്ടെ, നല്ലത് ചെയ്താൽ നല്ലതിനോടൊപ്പം നിൽക്കും. സുഗതനുമായിട്ടുള്ള എങ്ങനെയാ ബന്ധം, വ്യക്തിപരമായ ബന്ധം? അതെ അതെ, സുഗതൻ എന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. സുഗതന്റെ വേണ്ടപ്പെട്ട സംസാരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ സുഗതന് പിന്തുണ നൽകും. കാര്യം എന്നോടൊപ്പം ഒരു കൗൺസിലർ പങ്കെടുത്ത ഒരാളാണ്. അതായത് ഒരു കേസിന്റെ പുറത്ത് പറഞ്ഞ് ഈ മാറ്റി നിർത്താൻ വേണ്ടിയില്ല, അദ്ദേഹത്തിന് അവസരം കൊടുക്കണമെന്ന്. താങ്കളുടെ വോട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൗൺസിൽ താഴെ പോകുമായിരുന്നു. അതെനിക്കറിയില്ല, അത് നിങ്ങൾ വിലയിരുത്തേണ്ടത്. കാര്യം ഞാൻ വോട്ടില്ലെങ്കിൽ അവർക്ക് 51 ഉണ്ടല്ലോ. അതൊന്നുമില്ലല്ലോ, 50 ഉണ്ടല്ലോ, 50 തൊട്ടുണ്ടല്ലോ. എലക്ഷൻ അല്ലേ? നിലപാടിലേക്ക് സംസാരിച്ചു അങ്ങനെയൊന്നുമില്ല. ഇത് കുറച്ച് വേണ്ടി ആരെങ്കിലും ഏതാണ്ട് ഈ കൗൺസിലിന്റെ അസ്ഥിരപ്പെടുത്തുന്ന തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസമായി. ഈ കൗൺസിലിന്റെ പ്രവർത്തനത്തെ തന്നെ താളം തെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്. ഞാൻ പൊളിറ്റിക്സിൽ കൗൺസിലിനൊപ്പമായിരുന്നു എന്തോ താങ്കളുടെ മനസ്സ് ഈ കൗൺസിലിനൊപ്പമായിരുന്നു, BJP കൗൺസിലിനൊപ്പം. കൗൺസിൽ നന്നായി നടക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതേന് എന്ത് ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും മുതൽ പക്ഷേ എന്ത് തുടക്കം മുതൽ CPM-ഉം കോൺഗ്രസും എല്ലാവരും സംസാരിച്ചിരുന്നു. എന്തോ ഒന്നാണ് ഇതിന്റെ തുടക്കം മുതലേ തെരഞ്ഞെടുപ്പ് നടന്ന സമയം മുതൽ ജയിച്ചതിന് ഇവരെല്ലാം പിന്തുണ തേടി. അങ്ങനെ ഒരു പിന്തുണയായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. സംസാരിച്ചതാ താങ്കളുമായിട്ട്? സുഗതനല്ല, സുഗതന്റെ ഫാമിലി ആയിട്ടാണ് എനിക്ക് സംസാരിക്കേണ്ടി വന്നത്. അതെ അതെ. BJP നേതൃത്വമായിട്ടൊരു സംസാരം ഉണ്ടായിട്ട് BJP ആയിട്ടാണ് എനിക്കൊരു സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ BJP എന്നല്ല, ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ സുഗതന്റെ നിലപാട് എന്നോടാണ്. സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ എന്നോടൊപ്പം ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അതിൽ നന്നായിട്ട് പോകണം എന്നുള്ളത് അതാണ് ഞാൻ എൻ്റെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയം നോക്കണ്ട, BJP-ക്കുള്ളതല്ല. ഇല്ലില്ല സുഗത, ഇത് ഇലക്ഷൻ എൻ്റെ കൗൺസിൽ നന്നായി പോകണം. ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഇവിടെ കൗൺസിലിലെ കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അതല്ല ആവശ്യം. കൗൺസിലിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ സഹായിക്കാൻ സുധീഷ്. നല്ലത് ചെയ്താൽ പറയും, തെറ്റ് ചെയ്താൽ ആവർത്തിക്കും. നല്ല രീതിയിൽ പോകണം, അത്രയേ ഉള്ളൂ. എന്ത് ഒരു മിനിറ്റ്, കാപ്പ ഞാൻ ചോദിക്കട്ടെ, കാപ്പ കേസും അതിനെക്കുറിച്ച് പറയേണ്ടതല്ല, അത് കോടതിയിൽ നടക്കുന്ന വിഷയമാണ്. അപ്പോൾ കോടതിയിൽ അത് സംസാരിക്കണം. അപ്പോൾ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നതും അദ്ദേഹത്തിന്റെ നിയമ നടപടികളൊക്കെ പോകുന്ന കോടതി മുന്നോട്ടെടുക്കട്ടെ. വിഷയത്തിൽ BJP-ക്കൊപ്പം, ഈ കാര്യത്തിന് കൗൺസിലിനൊപ്പമാണ്. ഈ കൗൺസിലിനും സുഗതനും BJP-ക്കും. അതെ, കൗൺസിലിൽ സുഗതന്റെ കേസിന് വേണ്ടിയാണ്. സുഗതൻ ഇന്ന് ലീവ് അപേക്ഷ ഇവിടെ കോർപ്പറേഷനിലോട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അവസരം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ നിലപാട്. അങ്ങനെ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ വിട്ടുനിന്നിരുന്നാൽ പോലും അവരുടെ ഇത് ഇന്ന് പാസ്സാക്കേണ്ടതാണ്. ഇത് എൻ്റെ മാനുഷികമായും എന്നെ പ്രതിനിധീകരിക്കുന്ന എൻ്റെ ജനങ്ങളുമായിട്ട് നേരത്തെ ബന്ധമുണ്ടോ സുധീഷ്? അല്ല, ഇവിടെ വന്ന് പരിചയപ്പെട്ട. കൗൺസിൽ തടസ്സപ്പെടാൻ പാടില്ല എന്ന് ഒറ്റ നിലപാടാണ്. BJP-യുടെ ഒരു സ്നേഹമില്ല. BJP-യുടെ അടുത്തും കോൺഗ്രസിൻ്റെ അടുത്തും കമ്മ്യൂണിസ്റ്റിൻ്റെ അടുത്തും എനിക്കൊരു വിരോധമില്ല.